കൂട്ടുകാരെ, ഞാൻ ഇന്ന് ഇടിച്ചക്ക തേങ്ങ വറുത്തരച്ച് കറി വെക്കാൻ പോവാണ്. നമ്മുടെ ബീഫ് കറിയും മാറി നിൽക്കും. നമുക്കിതൊന്ന് റെഡിയാക്കി കൊണ്ടുവരാം. ഈ ചക്ക ഇത്രയും വേണ്ട, ഇതിൻ്റെ പകുതി ഞാൻ എടുക്കുവാണ്. ചക്കയുടെ പകുതി എടുത്തിട്ടുള്ളൂ, അത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പകുതി എവിടെ ഇരിപ്പുണ്ട്, പകുതി നാളെ ഇടിച്ചക്ക തോര വയ്ക്കാം. പകുതി അങ്ങ് ഫ്രിഡ്ജിൽ വെക്കുവാണ്. ഇനി ഈ ചക്ക ഞാൻ നമ്മുടെ ഇഡലി പാത്രത്തിനകത്ത് വെച്ച് ഒന്ന് ആവി കയറ്റാൻ പോവാണ്. കാരണം കറയൊന്ന് മാറി കിട്ടാൻ, അല്ലേ കറ ചവയ്ക്കും, ചെറിയ ചക്കയായുണ്ട്. ഇഡലി പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ തട്ടിനകത്തോട്ട് പറക്കി വെച്ച് ഒന്ന് പിഴുങ്ങിയെടുക്കാം. എന്നിട്ട് നമുക്ക് ആ മടലി എത്തിക്കളഞ്ഞാൽ മതി. ചക്കയ്ക്ക് ആവി വരുമ്പോഴത്തേക്ക് അതിനാവശ്യമായിട്ട് ഉള്ളിയും തേങ്ങയും പച്ചമുളകും ഒക്കെ ഒന്ന് അരിഞ്ഞിട്ട് വരാം. അപ്പം ഞാനിതുപോലെ പുഴുങ്ങി അതിൻ്റെ മടലൊക്കെ ഒന്ന് പോക്കി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു 4 സവാള എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ തക്കാളിക്ക, ഒരു പച്ചമുളക്, കുറച്ച് തേങ്ങാക്കൊത്ത്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് പാനടപ്പത്ത് വെക്കാം. അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഈ തേങ്ങാക്കൊത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്, നമുക്കിനി സവാള ഉപ്പുപൊടി ഇട്ടൊന്ന് ഇളക്കിയെടുക്കാം. എടുത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇവിടെ പച്ചയൊന്ന് വാടിയിട്ടുണ്ട്, നമുക്ക് തക്കാളിക്കായും പച്ചമുളകും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അതുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സാക്കാം. തക്കാളിക്ക ഉള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചക്ക അതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. അതൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് വഴറ്റിയിട്ടുണ്ട്, നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി എടുത്തിട്ട് നമുക്ക് ചൂട് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം കുറച്ച് 1 കപ്പ്. ഞാനൊരു രമ്പയില, അതായത് ബിരിയാണി കൈത, അതിൻ്റെ ഒരു തണ്ട് മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചങ്ങ് വേവിക്കാം. രണ്ട് പരിപ്പുണ്ടെങ്കിൽ 2 ഇട്ട് കഴിഞ്ഞാൽ അതുകൂടെ നല്ലതാണ്. ഇടണമെന്നില്ല, ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ലതാണ്. കഷ്ണങ്ങളൊക്കെ വെന്തോ, ഇനി നമുക്ക് അതിനകത്ത് അരപ്പ് ചേർക്കാം. ഞാനതിന് അരപ്പ് ചേർക്കാൻ കുറച്ച് തേങ്ങ വറുത്ത് അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, എന്നിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക് ഇതെല്ലാം കൂടി ഇട്ട് വറുത്തരച്ചതാണ്. ഇത് നമുക്കതിലേക്ക് കലക്കി ചേർക്കാം. ഞാൻ കലക്കി ചേർത്ത് പരുന്ന ഉപ്പും ചേർത്തു. ഇനി ഇത് വറ്റി വരുമ്പോഴത്തേക്ക് കടുക് വറക്കാൻ അരിഞ്ഞുകൊണ്ട് വരാം. നമ്മുടെ ഇടിച്ചക്ക കറി റെഡി ആയിട്ടുണ്ട്. ഇടിച്ചക്ക ഇതുവരെ കറി വെച്ച് കൂട്ടിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ കൂടി ചെയ്തേക്കണം. താങ്ക് യു. ഈ കറി കൂട്ടുമ്പോൾ ഇനിയും കറി വെച്ച് കൂട്ടണമെന്ന് തോന്നും.